ഹായ്, ഞാൻ സ്നേഹ. എസ്.എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല ആളുകളെയും കാണാറുണ്ട്, ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവുക. അതായത് ഒന്ന് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, എന്താ ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നുണ്ടല്ലോ എന്നുള്ളത്. അവരിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞ് ഹീലായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഡിപ്പെൻഡൻസിയാണ്. അതായത് ഇവരെപ്പോഴും ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് ഓഫ്കോഴ്സ് ഇവർ പറഞ്ഞിട്ടുണ്ടാവുക ഈ ഒരാളുടെ അടുത്തായിരിക്കും, ഇവർ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരാളുടെ അടുത്തായിരിക്കും. ഇമോഷണലി ആൾ ഭയങ്കരമായിട്ട് അവർ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവുന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു പേടി ആൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ പറ്റില്ല എന്നൊരു ചിന്തയിലേക്ക് ആളെത്തും എന്നുള്ളതാണ്. സോ ഇമോഷണലി ആള് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണെ എന്നുള്ളത്. ഒറ്റയ്ക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എന്തൊരു കാര്യമായി കഴിഞ്ഞാലും ഒരാളോട് പറയണം, അല്ലെങ്കിൽ ഒരാളുടെ മോട്ടിവേഷൻ വേണം, ഒരു സപ്പോർട്ട് എപ്പോഴും വേണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട് പോകുമോ എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട്, ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാറുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ആവശ്യമായിട്ട് മാറുമ്പോഴാണ്. അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് അവരുടെ ടൈം ഫുൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള ടെൻഷനും കാര്യങ്ങളില്ല. റിലേഷൻഷിപ്പിൽ തന്നെ ഓൾറെഡി കുറേ ടെൻഷനുള്ള ആളുകളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വേറെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ മിസ് ചെയ്യുന്നുണ്ട്. മീൻസ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് വേണം, അങ്ങനെ അതെൻ്റെ ആവശ്യമാണ്, ഞാൻ ഒരു റിലേഷൻഷിപ്പിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ പലരും പെട്ടെന്ന് വേറൊന്നിലേക്ക് പോകാറുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ സമയത്തുള്ള മെമ്മറീസും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അങ്ങനെ ടൈം ഫുള്ള് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക, ഇതൊക്കെ ഒരു തരത്തിലൊരു മെമ്മറിയാണ്, ഒരു ഹാപ്പിനെസ് കൂടിയാണ്. അപ്പോൾ അതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് വേണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ പലരും പെട്ടെന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാറുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊരു ചിന്തയുള്ള ആളുകളുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് വേണം, ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര കുറച്ചിലാണത്. ഒരു റിലേഷൻഷിപ്പ് എന്തായാലും വേണം, അങ്ങനെയുള്ള ഒരു ചിന്തയുള്ളതും ഈഗോ പ്രശ്നമുള്ള ആളുകളും ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാലും എനിക്ക് വേറെ ഉണ്ട് എന്നുള്ള ചിന്തയുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ പുറമേ കാണിക്കണം എന്ന് വിചാരിക്കുന്നവരൊക്കെ എങ്ങനെ ചെയ്യുക കഴിഞ്ഞാൽ പെട്ടെന്ന് വേറൊരു ബന്ധത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമുള്ള കാര്യമാണ്. നാലാളടുത്ത് എങ്ങനെ പറയുക എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളത്. സിംഗിളാണോ വെച്ച് കഴിഞ്ഞാൽ സിംഗിളാന്ന് പറയുമ്പോൾ ഭയങ്കര നാണക്കടല്ലേ എന്ന് പലരും വിചാരിക്കാറുണ്ട്. അപ്പം ഇങ്ങനൊരു ചിന്തയുള്ളത് കൊണ്ടും പലരും പെട്ടെന്ന് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവാറുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെ ഉണ്ടല്ലോ, ഒരു പുതുമ, ആ ഒരു കാര്യം അതിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ. അതായത് പുതുമയെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുമല്ലോ. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതിൽ ആ തുടക്കത്തിലുള്ള കുറച്ച് സമയത്തുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കരമായിട്ടുള്ള അറിയാനുള്ള ആഗ്രഹം, ആളെങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം, തുടക്കത്തിലുള്ള ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയി കഴിയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് തോന്നും. എന്നിട്ട് പിന്നെ വേറെ നിലയ്ക്ക് പോകും. അവിടെയും ഇതേപോലെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ദെൻ അത് കഴിയുമ്പോൾ മറ്റൊന്നിലേക്ക് പോവാം. അപ്പം ഇത്തരത്തിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ പുതുമയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പലരും. അപ്പോൾ ആ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പെട്ടെന്ന് വേറൊന്നിലേക്ക് പോകുന്ന ഒരു സ്വഭാവം പലരിലും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടും പല ആളുകളും ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് എന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതായത് ഒന്നിൽ നിന്നിലേക്ക് പോകുന്നതിന് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കുറച്ച് കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരാൾ തന്നെ ആയിരിക്കാം, ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്നിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല. ശരിക്കും നമുക്കറിയാം, ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ 2-3 മാസമെങ്കിലും എടുക്കണം, എന്നിട്ട് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഹീലായി ഒന്ന് പുറത്ത് വരണം ആൾ. അങ്ങനെ പുറത്ത് വന്ന് എല്ലാം മാനസികപരമായിട്ടെല്ലാം ഓക്കെ ആയതിനു ശേഷം മറ്റൊന്നിലേക്ക് പോകുമ്പോഴാണ് അതിൽ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ
നമുക്ക് പണ്ടത്തെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളെ അലട്ടാതിരിക്കണം എന്നുള്ളതാണ്. അതിനെ കുറച്ച് ഗ്യാപ്പ് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലും നമുക്ക് ഒരു സ്ഥിരത ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് ശരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ എടുക്കാറില്ല. അതായത് പെട്ടെന്ന് വേറെ ഒന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ അവർക്ക് ഒന്നിലും സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക, കുറച്ച് ടൈം എടുത്തതിന് ശേഷം ഒന്നിലേക്ക് പോവുക. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് ഇങ്ങനെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊക്കെ ആയിരിക്കാം. അത് ചിലപ്പോൾ ഇത് കാണുന്ന ആളുകളിൽ ആരെങ്കിലുമൊക്കെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ശരിയാണ് ഇതിൽ ഏതാണ് കാരണം എന്നുള്ളതൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ അറിയാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ഇങ്ങനെ ചാടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം അവരുടെ കുഴപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ പ്രോബ്ലം അല്ല, നേരെ മറിച്ച് അതൊരു ആവശ്യമാണ്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ മിസ് ചെയ്യുക എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കുറേ ഓർമ്മകൾ ഉണ്ടായിരിക്കും, കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളെല്ലാം മിസ് ചെയ്യുന്നു. അപ്പോൾ അത് മിസ് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്, അത് വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും അവരുടെ തെറ്റല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ ചെറിയ രീതിയിൽ അവരും തെറ്റുകാരാണ് എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകൾ ഉണ്ട്, അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടോളൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാനും പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്